ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഉമ്മാൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പിയാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കെന്നും കമൻറ്റെന്നും ഒക്കെയാണ് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവണത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ സിലോൺ പൊറാട്ടയും പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ സിലോൺ പൊറാട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കുകയാണ്. ഇത് കുറച്ച് മൈദപ്പൊടിയും പിന്നെ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കുക. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഉമ്മ ഉലുവക്കഞ്ഞി ഉണ്ടാക്കും. ഉലുവക്കഞ്ഞി എല്ലാവർക്കും അറിയാൻ മതിയാവും, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ 3 ദിവസം അടുപ്പിച്ചിട്ടാണ് ഇവിടെ ഉമ്മ ഉണ്ടാക്കൽ. തലേ ദിവസം തന്നെ കുറച്ചധികം ഉലുവ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് രാവിലെ അതിങ്ങനെ വേവിച്ചെടുക്കും. പിന്നെ അതിലേക്ക് ശർക്കര പാനിയാക്കിയിട്ട് ഒഴിക്കും. അതിനുള്ള ശർക്കര അവിടെ മെൽറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തേങ്ങാപ്പാലും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് അത് മിക്സിയിൽ അടിച്ചതിന് ശേഷം പിഴിഞ്ഞിട്ടൊക്കെയാണ് കുടിക്കൽ. ഉമ്മ ഇതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കലുണ്ട്. കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇൻഷാല്ല ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്ത് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോകണം. എൻ്റെ സർട്ടിഫിക്കറ്റിൽ കുറച്ച് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ്. പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും മുഖത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ മാസ്ക് ഇടുന്നതുകൊണ്ട് മുഖത്തിൻ്റെ പകുതി ഭാഗവും കവറാവും. അപ്പോൾ പിന്നെ സൺസ്ക്രീൻ ഇടാറില്ല. ഞാൻ ആകെ ഈ ന്യൂട്രിഡേമിൻ്റെ വിറ്റാമിൻ ഇ മോയ്സ്ചറൈസർ മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യൽ. ഇത് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ട് ഈ മോയ്സ്ചറൈസർ. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഒരു ക്രീം ഇട്ടിക്കണമെന്നോ അങ്ങനെയൊന്നും തോന്നൂല. പിന്നെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയ പോലെയും സ്മൂത്ത് ആയ പോലെയൊക്കെ ഉണ്ടാവും. അതുപോലെ നല്ലൊരു ഹെൽത്തി ഗ്ലോ കിട്ടും മുഖത്തിന്. അപ്പം ഞാനിത് മാത്രമാണ് ഇപ്പം യൂസ് ചെയ്യലുള്ളത്. നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഒന്ന് പോയിട്ട് നോക്കുക. ഈ മോയ്സ്ചറൈസർ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. എന്നിട്ട് മുഖത്ത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിന്നാണെന്ന് വിചാരിച്ചിട്ട് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. മസ്റ്റാണ്. നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസായിട്ട് ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആവും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയും കിട്ടും. നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു 1-2 ആഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിസൾട്ട് മനസ്സിലാവും. സ്കിന്നിന് അത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ഒരു അടിപൊളി നഴ്സറി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ചതൊന്നുമില്ലേനു. അങ്ങനെ ഒരു 1-2 എണ്ണം മാത്രമാണ് വാങ്ങിച്ചത്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
ഇന്ന് നമ്മൾ ഉച്ചക്കത്തേക്ക് കൊത്തവരൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ തേങ്ങ ഒന്നായി കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊത്തവര ഇടുക. ഇപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തേങ്ങ ഒന്നിങ്ങനെ ആക്കിയിട്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനം ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഇന്ന് ഇളവനാണ് കറി വെക്കാൻ പോണത്. ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണേ. അപ്പം ഇളവൻ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1-2 വെളുത്തുള്ളി ചതച്ചിട്ടാണ്, പിന്നെ പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു വല്യുള്ളി ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോണത്. ഇതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് 1 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം അങ്ങനെ വെക്കണം. വിനീഗർ കഷ്ണങ്ങളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇളവൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ 2ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി കറി ആയി കഴിഞ്ഞിട്ട് നമ്മൾ 1ാം പാൽ ഒഴിച്ചു കൊടുക്കും. ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കുകയാണ്. കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അധിക സമയം കുക്ക് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം. ഇനി നമുക്കിത് വറവിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വറവിട്ടെടുക്കാം. ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ ഉമ്മ അതിൽ മസാല ഒക്കെ തേച്ച് റെഡിയാക്കി വെച്ചാണ്. ഇനി അത് പൊരിക്കാൻ പോവാണ്. വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. ബീഫ് വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പം നല്ല ടേസ്റ്റാണ്. ബീഫ് ഒന്നായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അങ്ങനെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടിയിരുന്നിട്ട് ചോറ് കഴിക്കുകയാണ്. ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിലേക്ക് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൂട്ടുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. സാധാരണ എനിക്ക് ഈ കുമ്പളം, ഇളവൻ ആ ടൈപ്പൊന്നും എനിക്ക് ഇഷ്ടാവില്ല. പക്ഷേ ഇങ്ങനെ കറി വെച്ചപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ബീഫിൻ്റെ കാര്യം പറയണ്ട, അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ലഞ്ച് നല്ല സൂപ്പർ ലഞ്ച് ഇനി. അങ്ങനെ ഉച്ചൻ്റെ ശേഷം ഞാൻ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് കഴിഞ്ഞ പെരുന്നാൾക്ക്, ചെറിയ പെരുന്നാൾക്ക് 2-3 കോൺസ് വന്നിരുന്നു. അതിപ്പോഴും ഞാൻ എടുത്തിട്ടില്ലേനി. അങ്ങനെ അത് വെച്ചിട്ട് ഒന്ന് മൈലാഞ്ചി ഇട്ട് നോക്കാൻ വിചാരിച്ചു. ഇത് ഹെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. ഓർഗാനിക് ഹെന്നയാണ്. അതുകൊണ്ട് നമ്മുടെ കൈക്കൊന്നും കേടുണ്ടാവില്ല. പിന്നെ എടുത്തു പറയേണ്ടത് നല്ല തിന്നായിട്ടാണ് വരുന്നത്. അങ്ങനെ കട്ട പിടിച്ചിട്ട് ഒന്നുമില്ല. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കോണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ഒന്ന് പോയിട്ട് നോക്കുക. പിന്നെ ഈ മൈലാഞ്ചി ഇരുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല ഇന്നോ നാളെയോ ആയിട്ട് ബീയിങ് ഹിബയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. പിന്നെ ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. ഞാൻ അധികം ഹിജാബ് ട്യൂട്ടോറിയൽസും അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് അതിലിടുന്നത്.
ഇന്നത്തെ നമ്മുടെ രാത്രി ഭക്ഷണം ഇറച്ചിയും പൂളയാണ്. കപ്പക്കാണ് നമ്മൾ പൂള എന്ന് പറയലുള്ളത്. അപ്പോൾ രാവിലത്തെ ബീഫിൽ നിന്ന് ഉമ്മ കുറച്ച് കറിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കപ്പ വേവിക്കുകയാണ്. ഇനി അതിലേക്ക് വറുത്തരയ്ക്കണം. നമ്മൾ സാധാരണ കറിക്കൊക്കെ വറുത്തരയ്ക്കുന്ന പോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി അതിലേക്ക് തേങ്ങയും പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി അതെല്ലാം സാധാരണ നമ്മൾ കറിക്ക് വറുക്കുന്ന പോലെ വറുത്തെടുക്കുകയാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചൂടാറി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഈ കപ്പയിലേക്ക് നമ്മുടെ ബീഫിൻ്റെ കറിയും പിന്നെ വറുത്തരച്ചിട്ടുള്ള തേങ്ങയും എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഒന്നാകൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്